സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ പെയ്ത മഴയിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്, വീടുകളിലേക്ക് വെള്ളം കയറുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ശരാശരി 200 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 2 ദിവസത്തിൽ എറണാകുളത്ത് പെയ്തത്. എറണാകുളം ജില്ലയിൽ ഇതുവരെ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ സാഹചര്യം? ഇന്നത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഇന്നലെ വെള്ളക്കെട്ടുണ്ടായ ഇടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി എന്നിവർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറിലേക്കാണ്. അജീഷ്, എന്താണ് തിരുവനന്തപുരം ജില്ലയുടെ പൊതുവായുള്ള സാഹചര്യം? രാവിലെ മഴയില്ല എന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ ഇന്നലെ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഇടങ്ങളിലെ ഇന്നത്തെ സാഹചര്യം എന്താണ്? ഒപ്പം തന്നെ ഇന്നത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ്, ഏതൊക്കെ ജില്ലകൾ ജാഗ്രത പുലർത്തണം? മുന്നറിയിപ്പ് ഏത് തരത്തിൽ, അജീഷ് ജയകുമാർ? രജിത്ത്, ഇന്നലെ ഉച്ചയ്ക്ക് തകർത്ത പെയ്ത മഴയ്ക്ക് ശേഷം, അതായത് വൈകിട്ട് 5 മണിയോട് കൂടി മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല. ഇത് വലിയൊരു ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഈ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോയിരിക്കുന്നു. പ്രധാനമായും ചാലക്കമ്പോളത്തിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത്. അവിടെ വൈകിട്ടോടെ മുട്ടാൽ ഒരു അരക്കിപ്പം വെള്ളത്തിൽ കടകൾ മുങ്ങുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മഴ തോർന്നതിന് ശേഷം വ്യാപാരികളും ശുചീകരണ തൊഴിലാളികളും എല്ലാം കൂടി ചേർന്ന് തന്നെ ഈ വെള്ളം പ്രധാന ഓടയിലൂടെ ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഈ വെള്ളക്കെട്ട് ചാലക്കമ്പോളത്തിൽ ഒഴിഞ്ഞു. നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ മഴ മാറി നിന്നതിനാൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു. പക്ഷേ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ, അതായത് ഗൗരീശപട്ടണം, തേക്കുംമൂട്, വട്ടിയൂർക്കാവ് പോലുള്ള സ്ഥലങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചില വീടുകളിൽ ഈ ഓടകൾ നിറഞ്ഞും പെയ്ത്ത് വെള്ളം നിറഞ്ഞും വെള്ളം കയറിയിരുന്നു. അവിടെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 സ്കൂളുകളിലാണ് നിലവിൽ തലസ്ഥാന നഗരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ളത്. കാലടിയിലും അതേപോലെ തന്നെ കുന്നുകുഴി സ്കൂളും. ഈ 2 സ്കൂളുകളിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഇതിൽ 3 ജില്ലകൾ ഒഴികെ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ സംസ്ഥാനത്ത് ഈ 11 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ കാലവർഷം എത്തും. അതോടുകൂടി മഴ ശക്തി പ്രാപിക്കും. നാളെയും 9 ജില്ലകളിലും ശനി, ഞായർ ദിവസങ്ങളിൽ 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടലിൽ പോകാൻ അനുവാദമില്ല. അതെന്തായാലും ഈ തലസ്ഥാന ജില്ലയിൽ എന്തായാലും മഴ മാറി നിൽക്കുന്നതിനാൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് എല്ലാം മാറി തുടങ്ങി. ശരി, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് കൊച്ചിയിലെ സാഹചര്യം? ഇന്നലെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഇടങ്ങൾ, അവിടെ ഇന്നുള്ള സാഹചര്യം എന്താണ്? കളമശ്ശേരിയിലൊക്കെ രാത്രിയിലും ഒരുപാട് പേരെ ഒഴിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ, വിഷ്ണു? രജിത്ത്, രാത്രിയിൽ മഴ മാറുന്ന പശ്ചാത്തലത്തിൽ വെള്ളം പലയിടങ്ങളിൽ നിന്നും ഇറങ്ങി എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത്. കളമശ്ശേരി, തൃക്കാക്കര, അതോടൊപ്പം തന്നെ നഗരമേഖലകളിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മഴ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. വീണ്ടും ഒരു മഴ പെയ്താൽ ഈ പ്രദേശങ്ങളിലേക്കെല്ലാം വെള്ളം ഇരച്ചെത്താനുള്ള സാധ്യതയുമുണ്ട്. ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ആകെ 3 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അതൊന്ന് പറവൂരും കളമശ്ശേരിയിലും തൃക്കാക്കരയിലുമാണ്. പറവൂർ, കളമശ്ശേരി ക്യാമ്പുകളിൽ ഏകദേശം 20-ലധികം ആളുകളുണ്ട്. അത് പ്രധാനമായും ഇന്നലെ വെള്ളം കയറിയ മൂലപ്പാടത്തു നിന്നുള്ള ആളുകളാണ് ഈ കളമശ്ശേരിയിലെ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. പറവൂരാകട്ടെ ഈ മുനമ്പം പ്രദേശത്തു നിന്നുള്ള ആളുകൾ, തീരദേശ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് എത്തിയിരിക്കുന്നത്. തൃക്കാക്കരയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലത്താണ് LP സ്കൂളിലേക്കുള്ള ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ സജ്ജമാക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണ്. അപ്പോഴും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഈ മഴ പെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം വെള്ളം ഒഴുകിപ്പോകുന്നു എന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഓടകൾ വൃത്തിയാക്കാനുള്ള താൽക്കാലിക നടപടിയെങ്കിലും ഒരുപക്ഷെ ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകളൊക്കെ മാറ്റാൻ ഉള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ എറണാകുളം ജില്ലയിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. മഴ മാറി നിൽക്കുകയാണ്. ഒരു പക്ഷേ വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ ഇന്നലത്തെ സമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. റിജിത്ത്, ശരി, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, എന്താണ് തൃശ്ശൂരിലെ സാഹചര്യം? ഇന്നലെ അവിടെ അശ്വിനി ആശുപത്രിയിലേക്ക് അടക്കം വെള്ളം കയറുന്നത് നമ്മൾ കണ്ടു, നഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് കണ്ടു. ഇന്ന് ജില്ലയ്ക്കുള്ള മുന്നറിയിപ്പ് എങ്ങനെയാണ്, സൂരജ്?
ടി.കെ. തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ച് ഇന്നലെ 1 മണിക്കൂർ പെയ്ത മഴയിലാണ് നഗരത്തിൽ വലിയ വെള്ളക്കെട്ടും ഈ അശ്വിനി ആശുപത്രിയിലടക്കം വലിയ രീതിയിൽ വെള്ളം കയറുന്ന നിലയുമുണ്ടായത്. കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയിൽ അശ്വിനി ആശുപത്രിയിൽ 3 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഈ വെള്ളം കയറിയതിനെ തുടർന്നുണ്ടായത്. അങ്ങനെ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണെങ്കിൽ ഇനിയും ഇത്തരത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇന്നലെ ഈ അത്യാഹിത വിഭാഗത്തിന്റെ അടക്കം പ്രവർത്തനം നിർത്തിവെക്കേണ്ട നിലയിലേക്ക് പോലും ഈ വെള്ളം ഒഴുകിയെത്തിയതിനെ തുടർന്ന് എത്തിയിരുന്നു. ഇവർ പറയുന്നത് പ്രധാനമായും ഈ ആശുപത്രിക്ക് മുന്നിലൂടെ പോകുന്ന PWDയുടെയും കോർപ്പറേഷന്റെയും ഈ കാനകൾ കൃത്യമായി ക്ലീൻ ചെയ്യുന്നതിലുണ്ടായ വീഴ്ച, അതാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ തുടർച്ചയായി വെള്ളം കയറുന്നതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നഗരത്തിലെ സമാനമായി തന്നെ പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ വന്ന വീഴ്ച. പക്ഷേ അന്ന് കഴിഞ്ഞ ആഴ്ച വെള്ളം കയറിയ സമയത്തെല്ലാം ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത് അടിയന്തരമായ നടപടികളിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയെ എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് കളക്ടർ പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് കർമ്മപദ്ധതികൾ അടക്കം ആസൂത്രണം ചെയ്ത ദ്രുതഗതിയിൽ പ്രശ്നപരിഹാരം കാണും എന്നറിയിച്ചിരുന്നു. പക്ഷേ ഒന്നും ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങൾ വെളിവാക്കുന്നത്. ഇനി തൃശ്ശൂരിന്റെ ഗ്രാമീണ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ തൃശ്ശൂർ തൃപ്രയാർ റോഡ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പല ഇടങ്ങളിലായിട്ട് ഈ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് ഈ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. പെരിങ്ങോട്ടുകര, താന്യം തുടങ്ങി പലയിടങ്ങളിൽ വെള്ളം കയറി. ഈ താന്യത്തെ ഒരു മരം തന്നെ ഈ റോഡിലൂടെ ഒഴുകി വന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലും ഇന്നലെ ഈ ഗതാഗത തടസ്സം ഉണ്ടായി. മരം മറിഞ്ഞു വീണ്. മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഈ മേഖലയിലെല്ലാം തന്നെ ഈ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ മഴ മുന്നറിയിപ്പ് ശക്തമായ സമയത്തും മഴ ശക്തമായ സമയത്തും ഈ അതിരപ്പള്ളിയിലുള്ള വിനോദസഞ്ചാരികൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മഴ ശക്തമാവുകയാണെങ്കിൽ ഈ അതിരപ്പള്ളിയിലേക്കുള്ള വിനോദസഞ്ചാരികൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. വേണ്ട മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ടി.കെ. സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് കുട്ടനാട്ടിലെയൊക്കെ സാഹചര്യം? എന്താണ്, വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ മനീഷ്? റജിത്ത്, ഇന്നലെ അർദ്ധരാത്രി വരെയും നല്ല മഴയുണ്ടായിരുന്നു ജില്ലയിൽ. ഇന്നലെ മാത്രം പെയ്തത് 100.04 മില്ലിമീറ്റർ മഴയാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം പെയ്തത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 6 ക്യാമ്പുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 21 ക്യാമ്പുകൾ തുറന്നു. 21 ക്യാമ്പുകളിൽ 14 ക്യാമ്പുകൾ സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രധാനപ്പെട്ട സ്കൂളുകൾ, അതായത് ജില്ലാതല ഉദ്ഘാടനം നടക്കേണ്ട കായംകുളത്തെ പത്തിയൂർ സ്കൂൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പാണ്. അതുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. ഈ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് സ്കൂളുകൾ തുറക്കുന്നതിൽ ചില കുഴപ്പം ജില്ലാ ഭരണകൂടത്തിനടക്കം വിദ്യാഭ്യാസ വകുപ്പിനുണ്ടാകും. കാരണം മിക്ക ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുന്നത് സ്കൂളുകളിലായിരിക്കും. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് അമ്പലപ്പുഴ താലൂക്ക്, കുട്ടനാട് താലൂക്കിൽ ആണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളുകളായി മാറിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പെയ്ത മഴയിൽ കുട്ടനാട്ടിൽ മാത്രമല്ല നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയായിരുന്നു. ചെറിയ പട്ടണങ്ങൾ പോലും വെള്ളക്കെട്ടിലാവുകയായിരുന്നു. അത്രത്തോളം മഴ രാവിലെ 8 മണിക്ക് തുടങ്ങിയ മഴ 1 മണിക്കൂറോളം നിർത്താതെ പെയ്തു. ആ രീതിയിൽ പെയ്ത മഴയിലാണ് ആലപ്പുഴ പട്ടണത്തിലടക്കം വലിയ വെള്ളക്കെട്ടുണ്ടാവുകയും കായംകുളം, മാന്നാർ, ഹരിപ്പാട് തുടങ്ങിയിട്ടുള്ള ചെറിയ പട്ടണങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാവുകയും അത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ്, രാത്രിയോടുകൂടിയാണ് പൂർണ്ണമായും വെള്ളക്കെട്ട് നീങ്ങിയത്. ഇപ്പോഴും നഗരത്തിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും വെള്ളം ഇറങ്ങാത്ത സ്ഥലങ്ങളുണ്ട്. ഇനി കുട്ടനാടിനെ സംബന്ധിച്ചാണെങ്കിൽ വേമ്പനാട്ട് കായലിൽ ഈ കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയിട്ട് വേമ്പനാട്ട് കായലിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നെടുമുടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി എടുത്തെങ്കിൽ മാത്രമേ അത് ക്രമാതീതമായി ഉയർന്നത് വീടുകളിലേക്കും ഒപ്പം തന്നെ കുട്ടനാട്ടിൽ ആകെ വെള്ളം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് എത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. കുട്ടനാട്ടിൽ ഇന്നലെ രാത്രിയിൽ ഒരു മടവീഴ്ച ഉണ്ടായി എന്നുള്ള കൈനകരിൽ ഒരു പാടത്ത് മട വീണു എന്ന വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ കായംകുളം പ്രദേശത്തുള്ള കണ്ടങ്കരി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്നലെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. ചേർത്തല ടൗണിലും വെള്ളം കയറി. അങ്ങനെ മഴയിൽ പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം. മഴ മുന്നൊരുക്കങ്ങൾ ആലപ്പുഴ നഗരത്തിലടക്കം കനാലുകളിൽ ചെയ്തിട്ടില്ലെന്ന വലിയ ആക്ഷേപം ഉണ്ടായി. പ്രത്യേകിച്ചും കൊമ്മാടിയിൽ 200-250 വീടുകളിൽ അടക്കം വെള്ളം കയറുന്ന ഇറച്ചി മാലിന്യങ്ങൾ അടക്കമുള്ള വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യം. ഇന്ന് മഴ മാറി നിൽക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോയാൽ കുട്ടനാട്ടിലടക്കം ജലം തോട്ടപ്പള്ളി സ്പിൽവേ വഴി, തോട്ടപ്പള്ളി പൊഴി വഴി ഒഴുകിപ്പോയാൽ വലിയ രീതിയിലുള്ള ആശങ്ക മാറും. പക്ഷേ ഇന്ന് മഴ പെയ്യുകയും കിഴക്കൻ മേഖല അടക്കം മഴ പെയ്താൽ ആ സ്ഥിതി ആശങ്കാജനകമാകും. ശരി, മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്ത് രാവിലെ മഴ പൊതുവെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള മുന്നറിയിപ്പ്.
കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ കാലവർഷം എത്തിച്ചേരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി എന്നിവർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.